കേരള സർക്കാരിന്റെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ ഒരു തീവ്രവാദിക്ക് നൽകിയ പിണറായി സർക്കാരിനെ എത്ര അഭിനന്ദിച്ചാലാണ് മതിയാവുക? ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ട സൗമ്യയെ മറന്നു എന്ന് മലയാളി പിണറായിയോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മറന്നാലും ഞങ്ങൾ മറക്കില്ല എന്ന് പിണറായി സർക്കാരിനോട് ഓരോ മലയാളിയും പറയുന്നു. ഞങ്ങൾ തീവ്രവാദികളുടെ കൂടെയാണ് എന്ന് ഒരിക്കൽ കൂടി ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള സർക്കാർ. കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം അൽ ജസീറ ചാനലിന്റെ ഗാസ ബ്യൂറോ ചീഫ് വൈൽ അൽ ദഹ്ദൂദിന് നൽകാൻ കേരള സർക്കാർ എടുത്ത തീരുമാനത്തിലൂടെ. കഴിഞ്ഞ ദിവസമാണ് ഈ തീരുമാനം പുറത്തു വന്നത്. രാജ്യസ്നേഹികളെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് ഈ തീരുമാനം. അൽ ജസീറയുടെ ഇന്ത്യ വിരുദ്ധത എല്ലാവർക്കും അറിയാമെന്നിരിക്കെ ഇത്തരം ഒരു പുരസ്കാരം കേരള സർക്കാരിന്റെ ഇന്ത്യ വിരുദ്ധത തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്ന അഭിപ്രായങ്ങൾ. ലോകമെമ്പാടും തീവ്രവാദ സംഘടനയായി കരുതപ്പെടുന്ന ഹമാസ്, ഈ ഹമാസിനോടുള്ള കേരള സർക്കാരിന്റെ ഇവിടുത്തെ ഇസ്ലാമോ ലെഫ്റ്റിന്റെ പ്രീണന നയം ആർക്കും അറിയാത്ത രഹസ്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയാം. ഹമാസ് അനുകൂല റാലികളും പ്രതിഷേധ പ്രകടനങ്ങളും കേരളത്തിൽ അങ്ങേയറ്റം സാധാരണമായിരുന്ന കാഴ്ചകളാണ് നമ്മളെല്ലാവരും ഇതുവരെ ഇവിടെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ച പുരസ്കാരത്തിലും അത്ഭുതം കൂറേണ്ട കാര്യമില്ല എന്നത് വ്യക്തം. എന്നാൽ ഈ സാഹചര്യത്തിൽ ഏതൊരു മലയാളിയും ഓർക്കുന്ന, ഏതൊരു മലയാളിയുടെ മനസ്സിൽ അറിയാതെയാണെങ്കിലും കടന്നു വരുന്ന ഒരു പേരുണ്ട്. അത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേലിൽ ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം നടക്കുമ്പോൾ ആ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സൗമ്യ സന്തോഷ് എന്ന മലയാളി നഴ്സിന്റെ പേരാണ്. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിൽ വരെ എന്തെങ്കിലും ഒരു അപകടത്തിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ മതവും ജാതിയും നോക്കി ലക്ഷക്കണക്കിന് രൂപ പ്രഖ്യാപിക്കുന്ന കേരള സർക്കാർ സൗമ്യയുടെ കുടുംബം നോക്കാൻ നാട് വിടേണ്ടി വന്ന ഒരു മലയാളിയുടെ മരണം അറിഞ്ഞതായി പോലും ഭാവിച്ചില്ല. ട്രെയിനിലകത്ത് വെച്ച് നടന്ന ഒരു സംഭവത്തിൽ, ആ വ്യക്തിയുടെ പേര് ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരവുമായി പിണറായി വിജയൻ നേരിട്ട് പോയ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്രായേലിലെ പ്രതിനിധി നേരിട്ട് വന്ന മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ആ സാഹചര്യത്തിൽ പോലും കേരളത്തിൽ നിന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നത് ഈ അവസരത്തിൽ നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ടതാണ്. സൗമ്യ മരിച്ച നാട്ടിൽ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഒരു കാര്യമായ അനുശോചനമെങ്കിലും നടത്താതിരുന്ന ഒരു നാട്ടിൽ അടുത്തതായി കേരള സർക്കാരിന്റെ പേരിലുള്ള ഏതെങ്കിലും മാനവിക പുരസ്കാരങ്ങൾ ഒരു ഹമാസ് തീവ്രവാദിക്ക് കൊടുത്താലും അത്ഭുതപ്പെടേണ്ട. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പുരസ്കാരം നേരിട്ട് സമ്മാനിക്കുന്നത്. കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടിട്ടും യുദ്ധ സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിനാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് നൽകുന്നത്. കേരളത്തിൽ നിന്നും ലഭിച്ച ഈ പുരസ്കാരത്തെ ഞാൻ വളരെയേറെ വിലമതിക്കുന്നു എന്ന് അൽ ദഹ്ദൂദ് പറഞ്ഞതായിട്ടാണ് മീഡിയ അക്കാദമി പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇന്ത്യ വിരുദ്ധ ചാനലുകളിൽ ഒന്നാണ് ഖത്തർ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അൽ ജസീറ. കാശ്മീർ വിഷയത്തിലും രാമക്ഷേത്രത്തിലും അവരെടുത്ത നിലപാടുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. മാത്രമല്ല, ഹമാസിന്റെ അണികൾ പലസ്തീനിൽ ബോംബ് പൊട്ടി മരിക്കുമ്പോൾ അവരുടെ നേതാക്കൾ എല്ലാവിധ സുഖ സൗകര്യങ്ങളും കൂടി ഒളിച്ചു താമസിക്കുന്നതും ഖത്തറിലാണ്. അൽ ജസീറ ചാനലിന്റെ തീവ്രവാദ ബന്ധങ്ങൾ അത് രഹസ്യമല്ല. ഗൾഫ് രാജ്യങ്ങൾ അടുത്തിടെ ഖത്തറിനെതിരെ ഉപരോധം കൊണ്ടുവന്നപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആവശ്യവും തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന ഈ ചാനൽ, അൽ ജസീറ ചാനൽ പൂട്ടിക്കുക എന്നത് തന്നെയായിരുന്നു. അങ്ങനെയുള്ള ഒരു ചാനലിൽ ഒരു മാധ്യമ പ്രവർത്തകന് കേരള സർക്കാർ പുരസ്കാരം നൽകിയാൽ ഒരു തീവ്രവാദിക്ക് അവന്റെ ധൈര്യത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതല്ലേ, അവന്റെ ധൈര്യത്തിന് സമ്മാനം നൽകുന്നതല്ലേ എന്നൊരു ചോദ്യം ഇപ്പോൾ പൊതുസമൂഹത്തിൽ, കേരള സമൂഹത്തിൽ ഉയരുകയാണ്. ഗാസയിൽ 2023 ഒക്ടോബറിൽ തുടങ്ങിയ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതിനകം 100-ലധികം മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. ദഹദൂദിന്റെ ഭാര്യയും മകനും മക്കളും പേരക്കുട്ടിയും ഒക്ടോബറിൽ കൊല്ലപ്പെട്ടു. അൽ ജസീറയുടെ ഫോട്ടോ ജേർണലിസ്റ്റ് കൂടിയായ മൂത്തമകൻ ഹംസ 2 ആഴ്ച മുൻപാണ് ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മിസൈൽ ആക്രമണത്തിൽ തന്റെ ക്യാമറാമാൻ കൊല്ലപ്പെട്ടപ്പോൾ നിലത്ത് കിടന്ന ക്യാമറ എടുത്ത ആ സംഭവം ദഹദൂദ് ലോകത്തെ അറിയിച്ചു. യുദ്ധഭൂമിയിൽ റിപ്പോർട്ടിങ്ങിനിടെ പരിക്കേറ്റ ദഹദൂദ് ഇപ്പോൾ ഖത്തറിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമാനസ്.